ഹലോ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടി ഊട്ടി മേട്ടുപ്പാളയം ബ്ലാക്ക് തണ്ടർ പറയും കോയമ്പത്തൂരിൻ്റെ അടുത്താണ്. പെട്ടെന്ന് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. സന്തോഷം പോകാൻ ഇനി 2 ദിവസമുള്ളൂ. കാരണം വന്നിട്ട് ഒരു മാസമായിട്ട് എപ്പോഴും അമ്പലം കളിക്കാണ് സന്തോഷം വിളിച്ചിട്ട് പോകുക. അപ്പോൾ എൻ്റെ സവി പറഞ്ഞു, അമ്മ എപ്പോഴും അമ്പലത്തിക്കല്ലേ പോണത്, ഈ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പാർക്കിക്കോ ബീച്ചിക്കോ ഒന്ന് വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു, സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ സന്തോഷം പറഞ്ഞു, ശരിയാന്ന്, നമുക്ക് മേട്ടുപ്പാളയം ബ്ലാക്ക് തണ്ടർ, ഊട്ടി മേട്ടുപ്പാളയം ബ്ലാക്ക് തണ്ടർ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ആകുമ്പോൾ കുറച്ച് കുഴപ്പമില്ലല്ലോ. സമയമാകുമ്പോൾ 11 മണി, 11-11:30. അപ്പോൾ സന്തോഷം തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഞാൻ വേഗം ശരിയെന്ന ഫുഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുക, സന്തോഷമായിട്ട് വെറുതെ കടയിൽ നിന്ന് കഴിക്കണ്ട, എപ്പോഴും നമ്മൾ കടയിൽ നിന്നല്ലേ കഴിക്കണം, ഒരു പ്രാവശ്യം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ശരി എന്നാൽ പിന്നെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് നാരങ്ങച്ചോറ് ഉണ്ടാക്കി, ചമ്മന്തി, പിന്നെ അച്ചാർ, ചപ്പാത്തി, പനീർ ബട്ടർ മസാല ഒക്കെ ഉണ്ടാക്കി ഗൈസ്. പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയതല്ല, ഞങ്ങളത് പുറത്തുനിന്ന് വാങ്ങിച്ചു. കാരണം കറി ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ കേട് വരുമെന്ന് പറഞ്ഞിട്ട് തന്നിട്ട് അത് മാത്രം പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. ശരി പറഞ്ഞാൽ ബാക്കിയെല്ലാം എടുത്ത് റെഡിയാക്കി ഞങ്ങൾ സ്ഥലം വിട്ടു ഗൈസ്. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചത്. ഒരു 11:30 ആകുമ്പോഴൊക്കെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ സന്തോഷം പറഞ്ഞു, ഞങ്ങൾ പോണ വഴിയിൽ കുറേ റിയൽ എസ്റ്റേറ്റൊക്കെ കണ്ടു. അപ്പോൾ സന്തോഷം പറഞ്ഞു, 1 സെൻറ്റ് 6 ലക്ഷം രൂപയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് സജ്ജി. എന്തായാലും തെങ്ങും തോട്ടത്തിൻ്റെ ഇടയിലൊക്കെയാണ് ഇവർ റിയൽ എസ്റ്റേറ്റിൻ്റെ പ്ലോട്ടുകളൊക്കെ തിരിച്ചിരിക്കുന്നത്, ആരും ഇവിടെ വന്ന് വാങ്ങണം എന്നല്ലൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞു, എന്തായാലും ടൗണൊക്കെ ആണെങ്കിൽ ഓക്കെ, ടൗണല്ല അമ്മ, ടൗണിൽ നിന്ന് പുറത്താണത്, എന്താണാവോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് ഞങ്ങളങ്ങനെ വരികയാണ്. അങ്ങനെ ടൗൺ എത്തിയപ്പോൾ ഭയങ്കര ട്രാഫിക്കായിരുന്നു. ട്രാഫിക് കണ്ടപ്പോൾ സന്തോഷമായിട്ട് തന്നെ പേടിയായി. എന്താ സജി, ഇനിയിപ്പോൾ ബ്ലാക്ക് തണ്ടറിലൊക്കെ നല്ല തിരക്കുണ്ടാവും തോന്നുന്നു കേട്ടോ, വേണ്ട ജനങ്ങളുണ്ടാവും തോന്നുന്നു എന്നൊക്കെ സംസാരിച്ച് വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല തൊട്ട് ചിലപ്പോഴേ ഉണ്ട്, കാരണം ഉച്ചനേരത്ത് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സന്ദർഭം ശരി, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതും നാരങ്ങച്ചോറ്, ചപ്പാത്തി, പനീർ ബട്ടർ മസാല ഒക്കെ കഴിച്ച് കയ്യൊക്കെ കഴുകി ഫ്രഷായി. ഞാനാണെങ്കിൽ വേറെ ഡ്രസ്സ് എടുത്തില്ല കഴിച്ചു, കാരണം ഇത് തന്നെ മതി, കാരണം അത്ര ഞാൻ വെള്ളത്തിലധികം കളിക്കില്ല എന്നൊരു വിചാരത്തിലാണ് ഞാൻ വന്നത്. വേണ്ട, വെറുതെ എന്തിനാണ് എന്നിട്ട് ഞാൻ ഇട്ട ഡ്രസ്സോടെ ഞാൻ ഉള്ളിൽ കയറി. അപ്പോൾ സന്നോടെ പറഞ്ഞു, ഒരു ഡ്രസ്സ് എക്സ്ട്രാ എടുത്തോന്ന്. എക്സ്ട്രാ ഡ്രസ്സ് എടുത്തു, നനഞ്ഞാൽ മാറ്റേണ്ടേ വന്നാലോ കൊണ്ട് ഒരു ജീൻസും ടോപ്പും എടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു. വലിയവർക്ക് 990 രൂപയും ചെറിയവർക്ക് 10 വയസ്സിന് താഴെ, 10 വയസ്സും താഴെയുള്ള കുട്ടികൾക്ക് 850 രൂപയായിരുന്നു അവിടെ ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ മഹാ അത്ഭുതം, ഒരു മനുഷ്യക്കുഞ്ഞില്ല അതിനകത്ത്, അതാണ് അത്ഭുതം. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. 12-1 മണിക്ക് ഞങ്ങൾ കയറിയത് ഗൈസ്. അപ്പോഴേ സന്തോഷം പറഞ്ഞു, അയ്യോ ആരും ഇല്ല, ഇതെന്താ ഇതൊക്കെ പൂട്ടി തോന്നുന്നു, ആരും കാണാനില്ല ഇവിടെ, അധികം ആൾക്കാരിപ്പോൾ വരാറില്ല തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷം പറഞ്ഞു, ശരി എന്തായാലും ഇപ്പോൾ നമ്മൾ ഇറങ്ങിയല്ലേ, കളിച്ചിട്ട് പോകാം, നീ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ, ഡ്രസ്സ് ഒന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ബ്ലാക്ക് തണ്ടർ ടീഷർട്ടൊക്കെ വാങ്ങി. അപ്പോൾ തന്നെ ഒരു 2-3 ആൾക്കാരൊക്കെ വരാനൊക്കെ തുടങ്ങി, ഓരോ ഫാമിലികളൊക്കെ വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അവിടെ വൈകുന്നേരത്താണ് കൂടുതൽ ആൾക്കാർ വരാറ് തോന്നുന്നു, അതെനിക്ക് അറിയില്ല അവിടുത്തെ കാര്യങ്ങൾ. ഞങ്ങൾ 2-2:30 ആകുമ്പോൾ തന്നെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങി. അപ്പോൾ ഓരോ സെക്ഷനിലും ഓരോ മ്യൂസിക് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. ആ മ്യൂസിക്കിലാണ് ആ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നത്, ആ മ്യൂസിക് കേട്ടിട്ടാണ് ആൾക്കാർ അവിടെ കളിക്കുന്നത്. ആ ഫസ്റ്റ് ഞങ്ങൾ കയറിയത് ഇങ്ങനെയായിരുന്നു ഗൈസ്, കുറേ വെള്ളമൊക്കെ വരുന്നത്. അപ്പോൾ മോൻ പറഞ്ഞു, വാമ കളിക്കാമെന്ന് പറഞ്ഞു. സന്തോഷം പറഞ്ഞു, തണുത്തിട്ട് എനിക്ക് വയ്യാന്ന്. കുറച്ച് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വാട്ടർഫോൾസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സന്തോഷം പറഞ്ഞു, നമുക്ക് അവിടേക്ക് പോകാം, അവിടെ കുറേ പേര് അവിടെ കളിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടില്ല ഗൈസ്. ഞാൻ പറഞ്ഞു, ഓരോ സെക്ഷനായിട്ട് പോകാൻ സന്തോഷമായിട്ടാ, നമുക്ക് ഇവിടെ ആദ്യം കളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ, അതന്നെ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷം ശരി, എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ കളിച്ചിട്ട് അങ്ങനെ പോകാം. അവിടെ കുറേ നേരം ഇവിടെ കളിക്കും. അവിടെ കളിക്കുന്നവിടെയും സവീശിയും വഴക്കാണ്, 2 പേരും കൂടി ഒരേ വഴക്കും കാണുമായിരുന്നു. വഴക്ക് കഴിഞ്ഞപ്പോൾ സന്ദർഭം പറയുമ്പോൾ അങ്ങോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല, ഇവിടെ ഇത് പിന്നെയും വന്ന് കളിക്കുക, അവിടുത്തെ നന്നായിട്ടുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ കഴിയട്ടെ സന്തോട്ടാന്ന് പറഞ്ഞ് വഴക്കിട്ടിട്ട് സമാധാനത്തിൽ അങ്ങോട്ട് പോകുമ്പോഴേക്കും സംഭവം അവിടെ ഓഫായി ഗൈസ്. കാരണം അവർ വാട്ടർഫാൾസിൽ കുറച്ച് സമയത്തെ അവിടെ വെക്കാറുള്ളൂ, അത് കഴിഞ്ഞ് അവർ നിർത്തുകയാണ്. ഞങ്ങൾക്കറിയില്ലല്ലോ, ഞങ്ങൾ അവിടെ പോയി നിന്നതും അവിടുത്തെ ആ സെക്യൂരിറ്റി ഇവിടുന്ന് കയറിക്കോളൂ പറഞ്ഞു. ഞങ്ങളവിടെ പോയി നിന്നതേ ഉള്ളൂ, അവരപ്പോഴേക്കും ഞങ്ങൾ കയറ്റി വിട്ടു. സന്തോഷം അപ്പോഴും പറഞ്ഞു, ഫസ്റ്റാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാം. ഞാൻ കേട്ടതേ ഇല്ല, കേൾക്കാതെ ഞാൻ വീണ്ടും ഇവിടെ തന്നെ കളിച്ചു. എന്തായി, അവിടെ കളിക്കാൻ പറ്റണ്ടായി. അവർ പറഞ്ഞു, അപ്പുറത്ത് സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവിടെ കളിക്കാൻ ഞങ്ങളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇല്ലമ്മ, ഇത് 1 മണിക്കൂറേ ഉള്ളൂ, 1 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇറങ്ങി വരണം, കണ്ടില്ലേ വാട്ടർഫോൾ. നിർത്തി. ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കണ്ടേ പറഞ്ഞിട്ട് അവിടെ നിന്നു. പിന്നെ അങ്ങനെ ഇവിടെ തിരമാലകളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, അവിടെ അത് ഓപ്പൺ ആക്കിയപ്പോഴാണ് അവരങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്.
ഞാൻ കുറച്ച് നേരം കളിച്ചുള്ളൂ ഗൈസ്, കാരണം നല്ല തണുപ്പായിരുന്നു ആ വെള്ളത്തിന്, ഭയങ്കര തണുപ്പ്. ഒന്നാമത് എനിക്ക് നീന്താനും അറിയില്ല, അപ്പോൾ എനിക്ക് ഭയങ്കര പേടി, വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഭയങ്കര പേടിയായിട്ട് ഞാൻ കുറച്ച് കയറി വരുമ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ ഉള്ളിലൊരു വയലറ്റ് കളർ സാധനം ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ 100 രൂപ ഗൈസ്. അയ്യോ സന്തോട്ടാ, എനിക്ക് 100 രൂപ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സന്തോഷം പറഞ്ഞു ആരുടെ വേണ്ടി നമുക്ക് തിരിച്ച് കൊടുക്കാനാണ്, അതെടുത്ത് പോക്കറ്റ് ഇടുക പറഞ്ഞു. ആ നനഞ്ഞ പൈസ ആ രൂപ ഞാൻ വേഗം എൻ്റെ പാൻറ്റ് പോക്കറ്റ് ഇട്ട് ഞാൻ വേഗം കയറി. ഫോൺ വെക്കാനും വഴിയില്ല, ഫോൺ വേറൊരാളുടെ അടുത്ത് കൊടുത്ത് എനിക്കോ മനസ്സേ ഇല്ല, അയാൾ അടിച്ചു മാറ്റുന്നൊരു ടെൻഷൻ. ഞാൻ നേരെ കളിച്ചതേ ഇല്ല ഗൈസ്, ഞാൻ വേഗം പോയി ആ ഫോണിനെ വാങ്ങി. പിന്നെ ഇവർ കളിക്കുന്നതൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. എന്താ പറഞ്ഞാൽ അവരാരും ഒന്നും എവിടേക്കും പോയില്ല, എല്ലാവരുടെയും ക്യാമറയുണ്ട്, അവർ ഫോണും കൊണ്ട് എങ്ങോട്ടും പോയില്ല, നീ വന്ന് കളിക്കുന്നു പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. വേണ്ട തൊട്ടാൽ ഞാൻ ഫോൺ പിടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ പിടിച്ച് ഇവർ കളിക്കുന്നത് കുറച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ സന്തോഷമായിട്ടാണെങ്കിൽ വേറെ ഏത് ഗെയിമിൽ എന്നെ വിടുന്നില്ല. ഇതിലൊക്കെ എനിക്ക് കളിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. വേണ്ട നീ പേടിക്കും പറഞ്ഞു എന്നെ എവിടേക്കും വിട്ടില്ല ഗൈസ്. ആ ഒരു വിഷമത്തിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നു. എന്താ സന്തോഷം കളിക്കാൻ വന്നിട്ട് എന്നെ എവിടെയും വിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിഷമത്തിൽ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി. സന്തോഷം പറഞ്ഞു ശരി എന്നാൽ പിന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ശിവയ്ക്കൊരു ആഗ്രഹം, ഈ ഒരു ഗെയിം കളിക്കണം, അമ്മ ഈ ഗെയിം കളിക്കണം പറഞ്ഞു. ഈ ഗെയിമിന് 100 രൂപയാണ് ഗൈസ് ടിക്കറ്റ് വില. അതിൽ കയറിയത് ഇതിന് 100 രൂപ കൊടുത്ത് അവനെന്തൊക്കെയോ കിടന്ന് കയ്യും കാലൊക്കെ ആട്ടുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവൻ്റെ ടാബിൽ നോക്കി ഏകദേശം ഇങ്ങനത്തെ ഗെയിമുകളാണ് ഇങ്ങനെ കളിക്കുന്നത്, ഷൂട്ട് ചെയ്യണത് നമുക്കൊന്നും അറിയില്ല. പക്ഷേ ഇവൻ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്ന കാണാം, എന്തൊക്കെയൊക്കെയോ കളിക്കുന്ന കാണാം. കുറച്ച് മൂളിക്ക് കാണിക്കുന്ന കാണാം, കുറച്ച് താഴത്തെ ഒളിവ്, വല്ല ദിലീപ് കാണുന്ന പോലെ മാങ്ങ പറിക്കുക ചെളിക്കുത്ത് എന്ന പോലെയൊക്കെയാണ് അവൻ ചെയ്യുന്നത്. പിന്നെ ഓക്കെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞു, ആ ഗെയിമും കഴിഞ്ഞ് സന്തോഷം പറഞ്ഞു നമുക്ക് മതി പോവാം. അവിടെ നേരെ കളിച്ചില്ല ഗൈസ്, 990 രൂപയും കൊടുത്തിട്ട് വാങ്ങിയിട്ട് കളിച്ചില്ല. ഞങ്ങളങ്ങനെ ഇറങ്ങി. ഓക്കെ ഗൈസ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. എനിക്കിങ്ങനെ അറിയുള്ളൂ പറയാനൊക്കെ. ഇനി അടുത്ത് നമുക്ക് വ്ളോഗ് കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങളങ്ങനെ ഇറങ്ങി. ഓക്കെ ബായ്.